പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എന്ത് പറയാനാ, ചുമ്മാതൊന്ന് താടി അടിച്ചതേ ഉള്ളൂ, അതും ട്രെൻഡായി. അതാണ് ലാലേട്ടൻ മാജിക് എന്ന് പറയുന്നത്. ലാലേട്ടൻ ഇന്നേ വരെ താടി മാടിക്കാത്തതാണ് എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് കണ്ടത്. ലാലേട്ടൻ എന്തുകൊണ്ട് താടി പഠിക്കുന്നില്ല? പക്ഷെ താടി ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കത്തിച്ചു തന്നെ അവനൊപ്പം തന്നെ പറയാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന L366 എന്ന ചിത്രത്തിൽ ലാലേട്ടൻ താടി പഠിച്ചാണ് അഭിനയിക്കുന്നത് എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതിരുന്നു. അത് പ്രകാരം കഴിഞ്ഞ ദിവസം, അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ലാലേട്ടൻ താടി പഠിച്ച് ഒരു പോസ്റ്റ് പങ്കുവച്ചു. എൻ്റെ അമ്മ യാതൊരു രക്ഷയില്ല, അതൊക്കെ ട്രെൻഡിങ് ആയി മാറി. അപ്പോൾ അന്ന് വരെ ലാലേട്ടൻ താടി പഠിക്കാൻ പറ്റില്ല, ലാലേട്ടൻ്റെ മുഖത്ത് ഭാവം വിരിയില്ല, ലാലേട്ടൻ്റെ കണ്ണുകളിൽ ഇത് ഇല്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തീർന്നു എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് തുടരും എന്ന ചിത്രത്തിലൂടെ തുടരുന്നത്. വീണ്ടും തരുൺമൂർത്തി ലാലേട്ടനെ താടി പഠിച്ച് അഭിനയിപ്പിക്കും. തുടരും എന്ന ചിത്രത്തിൽ ലാലേട്ടനെ കൊണ്ട് തരുൺമൂർത്തി തന്നെ പറയിപ്പിച്ചു, എൻ്റെ താടി ഇവിടെ ഇരുന്നാൽ ആർക്കാടാ പ്രശ്നം ഉപയോഗിച്ചു. ആ തരുൺമൂർത്തി തന്നെ അടുത്ത ചിത്രത്തിൽ ലാലേട്ടനെ താടി പഠിപ്പിച്ച് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സ്വപ്നതുല്യമായ കാര്യം തന്നെയല്ലേ. തരുൺമൂർത്തിയുടെ 2 ചിത്രങ്ങൾ ഇറങ്ങിയതും ലാലേട്ടനെ സംബന്ധിച്ച് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ലെവലായിട്ട് മാറി. ഇതിനിടയിൽ ആശീർവാദിൻ്റെ വാർഷികമാണല്ലോ ഇന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേക്ക് മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആശീർവാദ് പുറത്തു വിട്ടിട്ടുണ്ട്. അതിനകത്തും ലാലേട്ടൻ ലുക്ക് അത് ഗംഭീരം തന്നെ. അല്പം മുമ്പാണ് ആ വീഡിയോ പുറത്തു വിട്ടത്. അതൊക്കെ തന്നെയാണ് ലാലേട്ടൻ്റെ താടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ്. ഏകദേശം 125ഓളം ദിവസങ്ങൾ ഷൂട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ചിത്രം ഷൂട്ട് തുടങ്ങി, ലാലേട്ടൻ താടി ഒഴിച്ച് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പോലീസ് ഓഫീസറായിട്ട് ലാലേട്ടൻ വരുന്നത്. അതുകൂടാതെ ലാലേട്ടൻ താടി ഒഴിച്ച് അഭിനയിക്കുന്നതും. അപ്പോൾ അനേക കൊല്ലങ്ങളായി ലാലേട്ടൻ താടി ഒഴിച്ച് നമ്മുടെ മുന്നിൽ വന്നിട്ട് അതിനിടയിൽ ഒത്തിരി കഥകൾ, നമ്മൾ ഈ പ്രേതകഥകളൊക്കെ കേൾക്കത്തില്ല, അതേപോലെ ഒത്തിരി കഥകൾ ലാലേട്ടൻ്റെ താടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കഥകൾ പ്രചരിച്ചുകൊണ്ടേയിരുന്നു. ഈ ലാലേട്ടൻ കഥകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. പ്രത്യേകിച്ച് ലാലേട്ടനെ വിമർശിക്കാൻ വേണ്ടി കഥകൾ ഉണ്ടാക്കുന്നവർക്ക് യാതൊരു പഞ്ഞവുമില്ല. ലാലേട്ടൻ്റെ താടി പഠിക്കാൻ പറ്റില്ല അല്ലേ. നടുക്കറ്റിനകത്തൊക്കെ കണ്ണാടി വെച്ചുകൊണ്ട് ലാലേട്ടനും ശ്രീനിവാസനും ചെന്ന് കഴിഞ്ഞ് കണ്ണാടിയൊന്ന് നോക്ക്, പഴുത്തളിഞ്ഞിരിക്കുക എന്ന് പറയുന്നവരായിരുന്നു ഇവിടെ ചിലർ പറഞ്ഞുണ്ടാക്കിയത്. ലാലേട്ടൻ താടി ഒടിച്ചു കഴിഞ്ഞാൽ അത് ആകപ്പാടെ പ്രശ്നമാണ്. പിന്നെ ഒരിക്കലും ആ മുഖത്തോട്ട് നോക്കാൻ പറ്റില്ല. ചുളിവുകൾ തന്നെയാണ് ലാലേട്ടൻ്റെ താടി മൊത്തം. അത് ഭയങ്കര പ്രശ്നമാണ്. ലാലേട്ടന് ഭാവം വരില്ല, രൂപം വരില്ല എന്ന് വേണ്ട എല്ലാ ഗിമിക്കുകളും പറഞ്ഞില്ല. അത് ചിലരുടെ ശീലമാണല്ലോ. അവരെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഞങ്ങളാരെ പറ്റി എന്തും പറയും. ഏതായാലും അവർക്ക് ഒരു തിരിച്ചടി കൊടുത്താണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ താടി പഠിച്ച് അഭിനയിക്കാൻ തീരുമാനിച്ചത്. അതങ്ങ് ട്രെൻഡിങ് ആവുകയും ചെയ്തു. അപ്പം പ്രേക്ഷകർ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു ലാലേട്ടന് താടി പഠിച്ച് കാണാൻ വേണ്ടി. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും ലാലേട്ടൻ്റെ താടി പഠിച്ചുള്ള ലുക്കുണ്ടല്ലോ, എല്ലാ മേലെ സോഷ്യൽ മീഡിയ കീഴടക്കി എന്ന് തന്നെ പറയാം. കാരണം ഒരു ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു ചിത്രം ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധയിൽ വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ തുടരും എന്ന ചിത്രം വരുമ്പം മോഹൻലാലും ശോഭനയും വളരെ നാളിന് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്സ്. അതങ്ങ് ഭയങ്കര ക്ലിക്കായി. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം മീര ജാസ്മിനുമായിട്ട് ലാലേട്ടൻ ഒന്നിക്കുന്നു എന്നുള്ളതാണ് തരുൺമൂർത്തിയുടെ ഒരു കാര്യമേ. ഏതായാലും മീര ജാസ്മിൻ മോഹൻലാൽ കോംബോ ഒന്നിക്കുന്ന, മോഹൻലാൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം. ഏതായാലും ചിത്രം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ക്ലിക്കായി എന്ന് തന്നെ പറയേണ്ടി വരും. ലാലേട്ടൻ ചിത്രങ്ങൾ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കയറിയും ക്ലിക്കാവും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഏതായാലും 2026 ഓണം പ്രമാണിച്ച് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ചിത്രം. ചിലപ്പോൾ ഓണത്തിന് ഇറങ്ങാൻ സാധ്യതയില്ല കേട്ടോ. ഞാൻ നേരത്തെ അങ്ങ് കലക്കൂട്ടി പറഞ്ഞതേ ഉള്ളൂ.
ഏതായാലും അതുതന്നെയാണ് ഇപ്പം സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നത്. ലാലേട്ടൻ്റെ പുതിയ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ ആയിട്ട് പലരും പോസ്റ്ററുകൾ തയ്യാറാക്കി ഇടുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. കാത്തിരിക്കാം. ബാബ കല്യാണിക്ക് ശേഷം ഒരു പോലീസ് ഓഫീസറായി മീശയൊക്കെ പിരിച്ച് താടിയൊക്കെ പിടിച്ച ലാലേട്ടൻ്റെ ലുക്കിന് വേണ്ടി ഒരു ഒന്നൊന്നര ലുക്കായിരിക്കും അല്ലേ? കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഒക്കെ ബൈ.